സമയം 6:30. രാവിലെ 4 മണിക്ക് എണീച്ച് ഹൈദരാബാദ് വീട്ടിൽ നിന്ന് തെലുങ്കാന കർണാടക റൂട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, ഹംപിയിലോട്ട്. നമ്മളിപ്പോ NH 167 ഒരു 350 കിലോമീറ്റർ അത്രേ ഉള്ളൂ ഹൈദരാബാദിൽ നിന്ന്. ലോങ് വീക്കെൻഡ് കിട്ടിയപ്പോ സ്റ്റേക്കേഷനായിട്ട് പ്ലാൻ ചെയ്ത് മാത്രമാണ് ഈ പ്രാവശ്യം. നമ്മള് ഫസ്റ്റ് ടൈം അല്ല, ഇതൊരു ക്ലോസ് ടു ഒരു തേർഡ് മൂന്നാമത്തെ പ്രാവശ്യം ഇതിപ്പോ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഇതിപ്പോ ഹംപിയിൽ വരുന്നത്. ഫസ്റ്റ് ടൈമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കെങ്കിലും പ്ലാൻ ചെയ്യുക, കാരണം അത്രയേറെ കാണാനുണ്ട്. ഒരു 5 ദിവസമൊന്നും ആവൂല, തികയൂല. ഇവിടെ ഹംപിയാണ് ഒരാഴ്ചയെങ്കിലും പ്രോപ്പറായിട്ട് ഇവിടെ നിന്ന് കാണുന്നവരാണ് കൂടുതൽ. ഫോറിനേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ മാസനൂർ നിന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ തന്നെ നിന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നവരാണ് ഫോറിനേഴ്സ് ഒക്കെ. നമ്മൾ ഇന്ത്യക്കാരാണ് ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രം ലീവ് എടുത്ത് പോയി ജസ്റ്റ് ഒന്ന് അവിടുത്തെ മെയിൻ സ്ഥലങ്ങൾ മാത്രം കണ്ട് തിരിച്ചു വന്ന്. അങ്ങനെ ഒരുപാട് കാണാനുണ്ട്. നമുക്ക് ഈ ആനന്ദം സിനിമയെ കൂടെ കുറേയൊക്കെ അറിയാലോ, അതൊന്നുമില്ല. അതിനേക്കാൾ കൂടുതൽ 1-2 ആഴ്ച കാണാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഈ ഒരു നഗരത്തിന്റെ വെറും റൂയിൻസ് മാത്രമേ ഉള്ളൂ. ആദ്യം വിചാരിച്ചു ഒന്നുമില്ല, ബോറായിരിക്കും. പക്ഷെ നമ്മൾ ആ ചരിത്രത്തിലൂടെ നടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ലോകത്ത് തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു 14 മുതൽ 16-ാം നൂറ്റാണ്ട് വരെ. അപ്പം ഡയമണ്ട് ആയിരുന്നു ഏറ്റവും അധികം വിറ്റോണ്ടിരുന്നത്, ഓപ്പൺ മാർക്കറ്റ്. ഇങ്ങനെ കുറെ കാര്യങ്ങള് ചരിത്രം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യും ഇവിടെ വരുന്ന ഒരു ടൈം. 16-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും റിച്ചസ്റ്റ് സിറ്റി, വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ. അറബും ചൈനക്കാര് പേർഷ്യക്കാര് വന്ന് സ്വർണവും വജ്രവും ഒക്കെ ട്രേഡ് ചെയ്യുന്ന വലിയ നഗരം. പക്ഷെ അതൊന്നുമല്ല, ഇപ്പോൾ വെറും 42 കിലോമീറ്റർ ചുറ്റളവുള്ള വെറും റൂയിൻസ് മാത്രമാണ്. കൂടാതെ യുനെസ്കോയുടെ അണ്ടറിലുള്ള അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ്. പക്ഷേ ഇതൊന്നും അല്ല നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു 2 ദിവസം സ്റ്റേക്കേഷൻ മാത്രം പോവുകയാണ്. പ്രത്യേകിച്ച് ഒന്നും കാണിക്കില്ല. റോഡിന്റെ 2 സൈഡ് മൊത്തവും ഈ കൃഷി സ്ഥലവും പിന്നെ ഈ ചെങ്കച്ചുള്ളയില്ലേ, ചുടുകട്ട ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും അങ്ങനത്തെ കുറേ ഏരിയയാണ്. പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. പിന്നെ ഡ്രൈ ലാൻഡാണ്. ഈ കൃഷി സ്ഥലം കൃഷി കഴിഞ്ഞിട്ട് ഉണങ്ങിക്കിടക്കുന്ന വയലും ബാക്കി കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. അവിടെ പിന്നെ വഴിയിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കുകയില്ല. പോവാം. അങ്ങനെ സമയം 10:30 വഴി കണ്ടൊരു ഫുഡ് ട്രക്ക് കണ്ടപ്പോൾ ഒതുക്കി. നല്ല വിശപ്പ്. കർണാടക ആയതുകൊണ്ട് തന്നെ എന്ത് കഴിക്കണം എന്നൊരു ഡൗട്ടില്ല. കാരണം എവിടെ പോയാലും ദോശയും പൂരിയും ഇഡ്ഡലിയൊക്കെ തന്നെ കാണും. ഈ ഹംപി ഹൈദരാബാദ് ഹംപിയിലേക്ക് പോകുന്ന വഴി നമ്മളത് ക്രോസ് ചെയ്തപ്പോൾ കൊണ്ടും 2 സൈഡും കുറെ ഫാക്ടറീസ് കണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കൃഷിയൊക്കെ കുറെ കഴിഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് സോയിൽ ആയിരുന്നു എന്നൊക്കെ. അത് പിന്നെ മനസ്സിലായത് റായ്ചൂർ അറിയപ്പെടുന്ന തന്നെ കോട്ടൺ സിറ്റി എന്നാണ്, കോട്ടൺ കൾട്ടിവേഷൻ ആണ്. ഈ 2 സൈഡും വരുന്ന വഴിയിൽ ഉണ്ടായിരുന്ന ഫാക്ടറീസ് കോട്ടൺ ലീഡറായിട്ടുള്ള ഫാക്ടറീസ് ആയിരുന്നു. ആഹാരമെല്ലാം ഓർഡർ ചെയ്ത് പിന്നെ അതിനേക്കുള്ള നീണ്ട കാത്തിരിപ്പായി. ആദ്യം തന്നെ പൂരി കിട്ടി, തൊട്ടുപുറകിൽ ഇഡ്ഡലി കിട്ടി, പിന്നെ കൂടെ 2 വടയും വാങ്ങി. കുഴപ്പമില്ല, നമുക്ക് ഭാഷ അറിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാവാം അവിടുത്തെ ചേട്ടനും ചേച്ചിക്കും നമ്മളെ കണ്ടപ്പോൾ നല്ല സ്നേഹം. അവർ വെയിറ്റ് ചെയ്യൂ, ചൂടായിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്യും. ആഹാരം കഴിഞ്ഞാൽ സ്വാഭാവികമായി ചായ കുടിക്കൊരു കൊതുക് ഉണ്ടാവുമല്ലോ. ഈ തള്ളവിരലിൻ്റെ പോലെ അത്ര സൈസില്ലാത്ത ചായ വാങ്ങി നമ്മൾ ആ ആശ്വാസം കണ്ടെത്തി. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരു 4 പൂരി, ഒരു സെറ്റ് ഇഡ്ഡലി, 2 വട, 2 ചായ, എല്ലാം കൂടെ 75 രൂപ. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിപ്പോൾ
ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ തൽക്കാലം കയറ്റിയൊക്കെയാണ്. വൈഫിന് ടോയ്ലറ്റിൽ പോകാൻ, ഇവിടെ ലേഡീസിന് പോകാൻ വേറെ വഴിയില്ല. ഇതൊക്കെ ഒഴിഞ്ഞ റോഡ് കിട്ടിയപ്പോൾ പണിക്കുള്ള കൊതിയാണ്. ഡിവൈഡറുള്ളതുകൊണ്ട് ഇതിനെ വണ്ടി വരില്ല. പൊക്കോട്ടെ. ആഹാരത്തിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഡ്രൈവർ സീറ്റ് ഭാര്യയ്ക്കും കൊടുത്ത് ഒരു തരത്തിലുമുള്ള പേടിയോ ടെൻഷനോ ഒന്നും മുഖത്ത് കാണിക്കാതെ ഞാൻ നെഞ്ചി വിരിച്ച് ചാരിയിരുന്നു. ഭാര്യ ഡ്രൈവിംഗ് തെളിയുന്നുവെന്ന് റോഡിലുള്ള ബാക്കി ഡ്രൈവർമാർക്ക് അറിയില്ലല്ലോ. എവിടെയൊക്കെ നമ്മള് ബാംഗ്ലൂർന്ന് ഹംപി പോകുന്ന റൂട്ടും പിന്നെ ഇടയ്ക്ക് ഗന്ദിക്കോട്ടയെന്ന് ലാസ്റ്റ് നമ്മുടെ കഴിഞ്ഞ ജൂണിൽ ഇതുപോലെയല്ലേ പോയത്. ഗന്ദിക്കോട്ടയെന്നായിരുന്നു ഹംപി പോയത്. സെയിം റൂട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ ജീവനെ കൊതിയില്ലെന്ന് തോന്നുന്നു. നിന്നെ കണ്ടില്ല. എല്ല് വെക്കായിരുന്നു. വേണ്ട, അല്ലെങ്കിൽ നിനക്ക് എല്ലിന്റെ എണ്ണം കൂടുതൽ. വേണ്ട. പോട്ടെ, നീ കറിക്കോ? ഇല്ലടി, അങ്ങ് കിടക്കണുള്ളത്. ഞാൻ കണ്ടൊരു കറുത്ത കാറല്ലേ, അത് അങ്ങ് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണേ ഉള്ളൂ. ഇപ്പോ കയറിക്കോ. എല്ലാ വണ്ടിയും കയറ്റിട്ടേ പോവുള്ളൂ. ഹോണടി ഹോണടിച്ച് കളിക്കും. എന്തൊക്കെ ഇഡ്ഡലിയൊക്കെ തീർന്ന? ഇനി വേണോ അടുത്ത ഇഡ്ഡലി? ആണോ? അങ്ങനെ ഡ്രൈവർ സീറ്റ് തിരിച്ച് തട്ടിയെടുത്തതിന് ശേഷം പാട്ടും കേട്ട് ഒരുപാട് മുന്നോട്ട്. നല്ല ചൂടും ഒരുപാട് ഡീഹൈഡ്രേഷൻ കാരണം നല്ല ഉറക്കക്ഷീണമായിരുന്നു. ആ ക്ഷീണം മാറ്റാൻ വണ്ടി എവിടെയോ സൈഡിൽ ഒതുക്കിയിട്ട് 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങി. ഉറങ്ങി എഴുന്നേറ്റ് ഒരുപാട് മുന്നോട്ട് വന്നപ്പോൾ തന്നെ റോഡിൻ്റെ ഇരുവശത്തും നിറച്ച് മാങ്ങാപ്പഴമാണ്. വണ്ടി നിർത്തി അറിയില്ലാത്ത ഭാഷയിൽ ഒരുപാട് സംസാരിച്ച് വിലയും കേട്ട് എങ്കിലും ഓരോ കിലോ എടുത്തോ എന്ന് പറഞ്ഞ് കിലോയ്ക്ക് 100 രൂപ കൊടുത്ത് നല്ല പഴുത്ത മാങ്ങ വാങ്ങി. ഓരോ മാങ്ങയ്ക്കും എൻ്റെ കൈയേക്കാൾ സൈസ് ഉണ്ടായിരുന്നു. ഹംപി എത്തുന്നതിന് ഒരു 5-6 കിലോമീറ്റർ മുന്നേ തന്നെ ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിരുന്നു. എവിടെ നോക്കിയാലും ഉരുളം കല്ലുള്ള മലകളും പച്ചപ്പും വയലും റോഡ് നിറച്ചും കന്നുകാലികളും. അങ്ങനെ യാത്ര മുന്നോട്ട് പോയി. അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം നമ്മൾ സനാപൂരെത്തി. ഹംപിയുടെ എതിർവശം, അതായത് പഴയ ഹിപ്പി ഐലൻഡ്. ഏത് IPL അല്ലേ? ഓ, സമയമല്ലല്ലോ. രാത്രിയല്ലേ? ഓ ശരി. ഹംപി യാത്രകളിൽ വല്ലപ്പോഴെങ്കിലും ഒരു നേരം വന്ന് കഴിക്കുന്ന റെസ്റ്റോറൻ്റാണിത്. ഇവിടെ 2 ടൈപ്പ് സീറ്റിംഗ് ഉണ്ട്. ഒന്ന് ചർപ്പായി സീറ്റിങ്ങും 2 സാധാ റെസ്റ്റോറൻറ്റ് സീറ്റിംഗ്. ചർപ്പ എന്ന് പറഞ്ഞാൽ മെത്ത, താഴെ മെത്ത വിരിച്ച് മജിലി സ്റ്റൈലിൽ ആഹാരം വിളമ്പുന്നതാണ് ഇവിടുത്തെ രീതി. ഹിപ്പി ഐലൻഡ് എവിടെ വന്നാലും റെസ്റ്റോറൻറ്റെല്ലാം ഈ ഒരു സ്റ്റൈലായിരിക്കും കൂടുതൽ കാണുന്നത്. ആഹാരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നമ്മൾ ബുക്ക് ചെയ്ത റൂമിലോട്ട് പോയി. ഈ കാണുന്നത് പണ്ട്
ജലം കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു കനാൽ സിസ്റ്റമാണ്. Reaching out, I'm reaching out. The water is rising over me. The water is rising. It's coming. ഉച്ചയ്ക്ക് 2:30 ചെക്ക് ഇൻ ചെയ്തു. യാത്രാക്ഷീണം കാരണം 5:30 വരെ കിടന്ന് ഉറങ്ങി. എഴുന്നേറ്റ് കുളിച്ചു. വൈകിട്ട് സൺസെറ്റ് കാണാമെന്ന് തീരുമാനിച്ചു. ഹംപിയിൽ ഒരുപാട് സൺസെറ്റ് സ്പോട്ടുണ്ട്. നമ്മളിന്ന് പോകാമെന്ന് വെച്ചത് സനാപൂർ റിസർവ് ഫോറസ്റ്റിന് അണ്ടറിലുള്ള ഹംപി ലേക്കിലോട്ടാണ്. എൻ്റെ സൈഡിൽ കാണുന്ന സനാപൂർ ലേക്ക്. ഞാൻ നേരത്തെ കാണിച്ചില്ല അവിടെ ഒരു സ്പോട്ട്. അവിടെയാണ് ശരിക്കും പോയി ഇരിക്കേണ്ടത്. സൺസെറ്റ് പോയിൻ്റാണ് അവിടെ സൺസെറ്റ്. പക്ഷേ അവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഓൾറെഡി കുറേ ഇവിടുത്തെ ലോക്കൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. നമ്മൾ വേറെ റിസർവ് ഇപ്പുറ സ്ഥലത്തോട്ട് നടക്കുകയാണ്. അങ്ങോട്ട് നടന്നു പോകാമെന്നൊരു ഐഡിയ ഇല്ല. എന്തുറപ്പിൽ അങ്ങോട്ട് പോകുന്നു? ഇന്നിനി പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നമ്മൾ താമസിക്കുന്ന അവിടെ ഷാക്ക് ഓപ്പൺ അല്ല, റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ഓഫീസിനായതുകൊണ്ടും അവർ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എവിടെ താമസിച്ചുകൊണ്ടും എവിടുത്തെ ഷാക്കിൽ വേണോ പോവാം. അങ്ങനെ ഇന്നടുത്ത് പൊക്കോടൊന്നുമില്ല. അതുകൊണ്ട് നോർമൽ ചെയ്യേണ്ടത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ റൂം കിട്ടുമോ അവിടെ ലഗേജ് വയ്ക്കാനോ താമസിക്കാനോ മാത്രം നോക്കിയിട്ട് നമുക്ക് വൈബിന് വേണ്ടി വേറെ ഇഷ്ടമുള്ള ഷാക്കിൽ പോകാം. ആരും നമ്മളടുത്ത് കയറണ്ടെന്നോ വരണ്ടെന്നോ പറയുന്നില്ല. നമുക്ക് എത്ര നേരം വേണോ അവിടെ പോയി ഇരിക്കാം. ഷാക്ക് അടയ്ക്കുന്നവരെ ഇരിക്കാം. 11-12 മണി ഇരിക്കാം. ഇന്നത്തെ പ്രത്യേകത ഇന്ന് IPL ഫൈനലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ തിരക്കുണ്ടാവും. അപ്പോൾ ഇവിടെ ഇനി ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇനി അങ്ങോട്ട് പോകണം. നമ്മൾ ആ സൈഡിൽ നിന്ന് ഇറക്കി വിട്ടു. അവിടെ ശരിക്കും റിസർവറിൻ്റെ പാട്ടാണ്. അങ്ങോട്ട് പൊക്കൂടാം. ഇനി വേറെ ഈ സമയത്ത് ഇനി വേറെ സ്പോട്ട് ഇല്ല. സൺസെറ്റ് ഏകദേശമായി. ശരിക്കും സൺസെറ്റ് സ്പോട്ട് ഇവിടെ മാത്രമല്ല. ഇനിയൊരു വാട്ടർഫാൾ ഉണ്ട്. പിന്നെ ആഞ്ജനേയ ഹില്ലെന്ന് പറഞ്ഞ് ഹനുമാൻ്റെ ഒരു കോവിലുണ്ട്. മറ്റേ ഹനുമാൻ ജനിച്ചു എന്ന് സങ്കല്പിക്കുന്ന കിഷ്കിന്ധയൊക്കെ ഇല്ലേ രാമായണത്തിൽ. അപ്പോൾ അതൊക്കെ ഇവിടെയാണ്, ഈ അടുത്താണ്. അപ്പം അതിൻ്റെ മുകളിൽ കയറി, അതൊരു വലിയ മലയാണ്, ഒരുപാട് നടക്കുന്നുണ്ട്. ഒരു വലിയ മലയുടെ മുകളിൽ കയറാൻ മടിച്ചാണ് നമ്മളിങ്ങനെ വന്നത്. അതെ, 300-400 സ്റ്റെപ്സ് ഉണ്ട്. അപ്പം അവിടെ കയറാൻ മടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെയും തിരക്ക്. ഓഫ് സീസൺ ആണെങ്കിലും തിരക്കിന് കുറവൊന്നുമില്ല. അതെ, എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തുള്ളവരൊക്കെ അത് തന്നെ ആയിരിക്കും. ഫുൾ കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ് കൂടുതൽ. അപ്പോൾ നമുക്കിനി ഏതെങ്കിലും ഷാക്കിലോട്ട് പോവാം. ഇവിടെ ഉള്ളതിൽ ഏറ്റവും റേറ്റുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ വിത്ത് ഷാക്ക് വിത്ത് റൂമാണ് ഇവിടെ. അതായത് ഡെയിലി 3500 പക്ഷെ എന്നിട്ട് ഇവിടെ നല്ല തിരക്കാണ്. കാരണം ഇതൊക്കെയാണ് ഇവിടെ പുതിയതായിട്ട് വരുന്ന ഗസ്റ്റുകളുടെ പുതിയ എക്സ്പെക്റ്റേഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമൊക്കെ പഴയ സ്ഥലമാണ്. ഞാനിവിടെ ഇത് കാണിച്ചു തരാം. ഇവിടെ ഹട്ട് കാണിച്ചു തരാം. നല്ല രസമാണ്. ഇതാണ് ആ ഹട്ടിൻ്റെ സൈഡ്. ഇവിടെ എൻട്രി. ഇവിടെ 2 സൈഡ് ഹട്ട്. ഇങ്ങോട്ട് അവരുടെ ഷാക്ക്. ഒരു ചെറിയൊരു പാലം, അതിൻ്റെ കൂടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പുഴ, അവിടെ വൈകിട്ട് വരെ ഇവിടെ നല്ല വൈബാണ്. ഈ ഒരു പുതിയ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഇവിടെ ഗസ്റ്റിൻ്റെ ഒക്കെ പുതിയ എക്സ്പെക്റ്റേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല റേറ്റും ഉണ്ട്. പെർ ഡേ 3000 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്ന പെർ ഡേ 1000 ആണ്. പക്ഷെ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുക, പിന്നെ ഇതേപോലെ ആംബിയൻസൊക്കെ പുറത്തിറങ്ങി കറങ്ങുക, അതാണ് വേണ്ടത്. Don't know if I can find my way out.
രാത്രി RCB കളി കാണാൻ വന്നില്ലേ, IPL. അവിടെ തന്നെ വീണ്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മിക്കവാറും ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകും, ഹൈദരാബാദിലോട്ട് പോകും തിരിച്ച്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാമല്ലോ, ഒരു ദിവസം സ്റ്റേക്കേഷൻ പോലെ വന്നതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എണീച്ചപ്പോൾ തോന്നി എനിക്ക് പിന്നെ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോയാലോ എന്ന് വിചാരിച്ചു. എന്തിനു വെറുതെ ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേറെ കാര്യം പറയാൻ വന്നത്, എനിക്കിപ്പോൾ ഹംപിയിൽ വരണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ വരുന്നതായിരിക്കും നല്ലത്. കാരണം പണ്ട് ഇതേപോലെ ഒരു ഹിപ്പിയിൽ ഉണ്ടായിരുന്നു ഞാൻ 2018 വന്നപ്പോൾ. അത് ഇതേപോലെ കേസും കാര്യങ്ങളൊക്കെ ആയി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഒക്കെ വന്നു, അവിടെ മൊത്തം പൊളിച്ചു. ആ ഹിപ്പിയലിൻ്റെ പൊളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ സനാപൂർ എന്ന സ്ഥലത്ത് ഇതേപോലെ ഞാൻ കാണിച്ച പോലത്തെ ഈ കോട്ടേജും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ഈ ഒരു കോട്ടേജിനും വീണ്ടും കേസ് കൊടുത്തേക്കാണ് നമ്മളെ ഈ ഇതിൻ്റെ പരിസ്ഥിതി പ്രവർത്തനം കാര്യങ്ങളൊക്കെ വീണ്ടും കൊടുത്തേക്കാണ്. അപ്പോൾ ഇതിപ്പോൾ കേസ് നടക്കുകയാണ്. കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഇപ്പോൾ ഇതും കേസിൻ്റെ അകത്ത് നടക്കുന്ന കേസാണ്. അവരത് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഞാൻ താമസിച്ചിരുന്ന ഓണേഴ്സിൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. പക്ഷേ അവർ പറഞ്ഞത് ഇതും കുറേ നാൾ കഴിയുമ്പോൾ ഇതും നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇവരിപ്പോൾ പുതിയ കുറേ പേഴ്സണായിട്ട് ആൾക്കാർ ഇതേപോലെ ഈ ബോയ്സ് ഹോസ്റ്റൽ പോലെയൊക്കെ സൈഡിൽ ബിൽഡിങ്സ് കെട്ടിപ്പൊക്കുന്നുണ്ട് പെർമിഷനൊക്കെ എടുത്ത്. അപ്പോൾ അതിനൊന്നും ഈ ഒരു ആംബിയൻസൊന്നും വരില്ല. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണണം, അനുഭവിക്കണമെങ്കിൽ നേരത്തെ വന്ന് കാണുന്നതായിരിക്കും നല്ലത്. കാലം കഴിയുന്തോറും ഇതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. മെനുവിൽ കാണിച്ചിരിക്കുന്ന 1-2 ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി ട്രൈ ചെയ്തു, 2 ചായയും കുടിച്ചു. നമ്മൾ അതിരാവിലെ ഒരു 9 മണിക്ക് തന്നെ ഹംപിയുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. സമയം ഏകദേശം ഉച്ചയോടെ എടുക്കാറായി. യാത്രാ ക്ഷീണവുമുണ്ട്. വാങ്ങിയ പഴുത്ത മാങ്ങ കയ്യിൽ സ്റ്റോക്കുള്ളതിനാൽ അത് കഴിച്ചിട്ട് ബാക്കി യാത്രയാകാമെന്ന് വെച്ചു. പ്രത്യേകിച്ചൊന്നും കാണാതെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 10-11 മണിയാകുമ്പോഴും തിരിച്ച്. ഉച്ചയ്ക്ക് വഴി നിർത്തി, വേറെ ഒന്നും കഴിക്കാൻ മൂടില്ലാത്തതുകൊണ്ട് വഴിയിൽ നിന്ന് നല്ല മാങ്ങാപ്പഴം വാങ്ങിച്ചു. ഇവിടെ കിലോയ്ക്ക് 2 കിലോ 100 രൂപ. നമ്മൾ ഇന്നലെ വാങ്ങിച്ചതില്ല, അത് 1 കിലോ 100 രൂപയാണ്. അവരെന്നെ തേച്ചതാണ്, ഭാഷയുള്ളതുകൊണ്ട് തന്നെ അത് പറ്റിച്ചാണ്. ഇതിപ്പോൾ അല്ലാതെ ഞാനിവിടെ കൂടെ ഇറങ്ങിപ്പോയി സംസാരിച്ച് അപ്പോൾ സെയിം മാങ്ങ 2 കിലോ 100 രൂപ. അപ്പം അത് വാങ്ങി. നല്ല മധുരം. എടുത്തോ, അത് കുഴപ്പമില്ല, നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് പിടിക്കാം. ഞാൻ ഈ മെഷ് ബാക്കി വെക്കുകയാണ്. എന്റെ മുഖത്ത് ടെൻഷൻ കാണുന്നുണ്ടോ നീ വണ്ടി ഓട്ടിക്കണേ? എന്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. ഏയ് ഇതൊക്കെ എന്ത് യൂര് വണ്ടി വരുന്നു? ഇടയ്ക്കിടയ്ക്ക് 2 ഫോൺ അടിച്ചോ. നീ ആ നോക്കണ്ട, നീ വണ്ടി നോക്കി ഓട്ടി വരും. അവർക്ക് എന്തായാലും വണ്ടി ഓട്ടിക്കാൻ അറിയായിരിക്കും, അവർ സൈഡിൽ കൂടെ പൊക്കോളും. നീ വണ്ടി ഓട്ടി. അങ്ങനെയല്ല, ഞാനെങ്കിൽ ലെഫ്റ്റ് ട്രാക്ക് എടുക്കാൻ തരുന്നു. ഒരു ട്രാക്ക് കൊടുക്കണ്ട, അവർ ആ ട്രാക്കിൽ കൂടെ പൊക്കോളും. എന്ത് ഫോർച്യൂൺ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എർട്ടിക ഉള്ള ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇന്നോവ അല്ലേന്ന് ചോദിച്ചത്. എനിക്ക് നല്ല എർട്ടിക. അപ്പൊ ഞാൻ എർട്ടിക 2 ഒന്നല്ലേ, ഇന്നോവ അല്ലേ? 5 സീറ്റിൽ കൂടെയുള്ള എല്ലാം ഇന്നോവയാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, ഓക്കെ സുസുക്കിയുടെ ആണ് എർട്ടിക. പിന്നെയാണ് വേരിയൻസും കാര്യങ്ങളും മനസ്സിലാക്കിയത്. ഇല്ല, കുഴപ്പമില്ല. തിരക്കായാലേ ഒതുക്കാൻ പറ്റാതെയോ? ഞാൻ പതുക്കെ ഇവിടെ ഓടിച്ചൊന്നും മടുത്തില്ല. എനിക്ക് എന്റെ ഡ്രൈവിംഗിൽ എനിക്ക് സ്വന്തമായിട്ട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്.
നടക്കുന്നല്ലോ. എന്താ റൺവേയിൽ പ്ലെയിൻ നടക്കുന്നു. ബ്രേക്ക് പിടിച്ച് വരുന്നതേ ഉള്ളൂ പഠിച്ചിട്ട്. തലയണ സീറ്റ് കുറച്ചും കൂടെ ഫ്രണ്ട് ഇടായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യണേ. ഓ ലേഡീസ് ആണ് ഈ വണ്ടി വന്ന് പെട്ടുപോകുന്നത്. കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇവൻ പെട്രോൾ പമ്പും കുറവാണ്. ഇല്ല, പെട്രോൾ പമ്പ് ഉണ്ട്, എല്ലാം ഓപ്പൺ ആയിട്ടില്ല, എല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ കർണാടക ബോർഡർ കഴിഞ്ഞു തെലങ്കാന ബോർഡറിലോട്ട് കയറി. എങ്ങനെയെന്നറിയില്ല, സ്വിച്ച് ഇട്ട പോലെ മണ്ണിൻ്റെ കളർ മാറി. കർണാടകയിലെ കറുത്ത മണ്ണ് മാറി, തെലങ്കാന കയറിയപ്പോൾ ചുവന്ന മണ്ണായി. സമയം അങ്ങനെ വൈകിട്ടായി. ഒരു ചായ കുടിച്ചിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വഴിയരിയിൽ കണ്ടൊരു കണ്ടെയ്നർ കഫേ. ബണ്ണാണ്, ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ, വേറെ സ്നാക്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതും ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റ് ബണ്ണാണോ? നോർമൽ ബണ്ണ ക്രീം ബൺ? ക്രീം ബൺ ആണോ? ഒന്നിട്ട് അതെ. എന്തെന്നറിയില്ല, വേറെ ഭാഷക്കാരെ കണ്ട ഞാൻ മലയാളത്തിൽ സംസാരിച്ചു. മലയാളം അവർക്കും അറിയില്ല, അവരുടെ ഭാഷ എനിക്കും അറിയില്ല. പക്ഷേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേർക്കും കാര്യം പിടികിട്ടും. ഹലോ. ഓക്കെ ഓക്കെ. വടയ പഴംപൊരിയോ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് തരാം. കഴിക്കാൻ മൂടില്ല ഇപ്പൊ, ചായ മൂടില്ല. ബ്രേക്ക് കിട്ടാൻ ലൈറ്റ് ആയിട്ട് ചായ കൊള്ളാം. ചായ ഉണ്ട്, ഞാൻ കുടിച്ചോളാം. നല്ല മധുരം. ബട്ടർ ബണ്ട മധുരം ഉണ്ടല്ലോ. അത് കഴിച്ചിട്ട് എനിക്ക് മധുരം വരുന്നു. ഷുഗർ കട്ട് ആണെങ്കിൽ ഷുഗർ കട്ട് ഒന്നുമില്ല, ചായയിൽ മാത്രം. ചായയിൽ മാത്രം ഷുഗർ കട്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒന്ന് ഞാനാണ്. അങ്ങനെ കുറേ മുന്നോട്ട് വന്ന് ഗൂഗിൾ മാപ്പ് വെച്ച് വഴിയും തെറ്റിച്ച് ഏതോ ഉൾഗ്രാമത്തിലും കയറി ലൈവായിട്ടൊരു മരണഘോഷയാത്രയും കണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയി. നമ്മൾ ഹൈവേ കണ്ടേ, സക്സസ്. നേരത്തെ കുറച്ച് പോയി കഴിഞ്ഞിട്ടായിരുന്നു പണി നടന്ന അവിടെ. ഇത് ഓക്കെയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഹൈവേ കണ്ടി, ഹൈവേ തന്നെ രക്ഷപ്പെട്ടു.
അയ്യോ, അങ്ങനെ വീടെത്തി. ഒരു 6 മണിക്ക് ശേഷം ഒടുക്കത്തെ ട്രാഫിക്ക്, റോഡ് മൊത്തം ട്രക്കും, പിന്നെ ചെവിയിൽ ഹെഡ്ഫോണും വെച്ചും കൂടെ ചേട്ടന്മാരായിരുന്നു കൂടുതലും. ഉമ്മാർക്ക് എങ്ങനെ ഹോൺ അടിച്ച് മാറ്റുന്നത്, ജഗതി പറയുമ്പോൾ ഉമ്മാരെ വായിക്കാത്ത കയറിയുന്ന ഹോൺ അടിക്കണം. അങ്ങനെ വീടെത്തി. ഫുഡ് ഇന്ന് രാത്രിത്തേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതും കഴിച്ച് കിടന്നുറങ്ങട്ടെ. അപ്പം ഗുഡ് നൈറ്റ്.